And it goes a little something like. Hey everyone, welcome back to yet another episode, and this episode is all about organizing my earrings, my makeup and skincare. And how are you guys? I hope everyone is fine. I'm good here. So without any further delay, let's get started. അപ്പോൾ ഇത്രയും മെസ്സിയാണ് എൻ്റെ ടേബിൾ. ഇതിൽ ഇയറിങ്സ് ഉണ്ട്, മാലയുണ്ട്, സ്കിൻ കെയർ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, മേടിച്ച സ്പ്രേ ഉണ്ട്, അതുപോലെ നമ്മുടെ വാച്ച്, ടിഷ്യൂ പേപ്പർ, അങ്ങനെ എല്ലാം തന്നെ മിക്സ് ചെയ്ത് ഇതിനകത്തുണ്ട്. കുറേ കോമ്പുണ്ട്, അതുപോലെ ഹെയർ ബൺ ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, എല്ലാം കൂടെ മെസ്സി ആയിട്ട് മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കണം എന്നാണ്. അതായത് സ്കിൻ കെയർ വേഗം എടുക്കാൻ വേണ്ടി ഒരു ബോക്സ് സ്കിൻ കെയർ, ഒരു ബോക്സിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, ബാക്കിയുള്ളതിൽ ഇയറിങ്സ്, അങ്ങനെ എല്ലാം. അങ്ങനെ നമ്മൾ ഫ്രം ദിസ് ടു ദിസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ സ്കിൻ കെയർ ഒരിടത്താക്കി, മേക്കപ്പ് ഒരിടത്താക്കി, ബാക്കിയുള്ള. So we are planning this to separate as skincare and makeup and also jewelries. I have some pretty box here, so let's do that. I'm just confused where to start. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ബോക്സസിലൊക്കെ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ മേടിക്കേണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ സ്കിൻ കെയർ വെച്ചിരുന്ന ആ ഒരു ബോക്സിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇപ്പം മിക്സായി കിടക്കുകയാണ്. സ്കിൻ കെയറും അതുപോലെ മേക്കപ്പ് റിമൂവറും പിന്നെ വേണ്ടാത്തതും തീർന്നതുമായിട്ടുള്ള ബോക്സസ് ഒക്കെ ഇങ്ങനെ മിക്സായി കിടക്കുകയാണ്. ഇതാണ് ആ ഒരു സ്വീറ്റ് ബോക്സ്. ആൻഡ് അതിലേക്ക് ഞാൻ നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്ന നൈറ്റ് ആൻഡ് മോർണിംഗ് സ്കിൻ കെയർ, അതായത് ടോണർ എടുത്ത് വെച്ചു, സ്നെയിൽ മ്യൂസിൻ വെച്ചു, സൺസ്ക്രീൻ വെച്ചു, ദെൻ സിറമായിട്ടുള്ള നയസിനമൈഡ്, വൈറ്റമിൻ സി, ലിപ് ബാം, അതുപോലെ ഹെയർ സിറവും ഞാൻ അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ഫോലിയേറ്റിംഗ് കെമിക്കൽ എക്സ്ഫോലിയേഷൻ്റെ സിറവും എല്ലാം അതിലേക്ക് വെച്ചിട്ട് അത് ഓർഡർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഹെയർ ബൺ, ഹെയർ ക്ലിപ്പ്, ഹെയർ ബോ, അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ, കുറച്ച് ഐ ഷാഡോ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു ബോക്സിൽ ബാക്കിയുള്ള ബ്ലഷും ലിപ്സ്റ്റിക്കും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ അതിൻ്റെ ഐ പാച്ചസ് ആണ്. അത് ഞാൻ എന്തിലേക്ക് ഇപ്പോൾ ഞാൻ അതെടുത്ത് സ്കിൻ കെയറിലേക്കാണ് മാറ്റിയത്. പിന്നീട് അത് വേറെ എടുത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ സ്പ്രേ, തീർന്ന സ്പ്രേ കുപ്പി, ഇതൊക്കെയാണ് രണ്ടാമതെടുത്ത തീർന്ന ചെറിയ മോയ്സ്ചറൈസർ ട്യൂബ്, ഇതൊക്കെയാണ് രണ്ടാമത്തെ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ തട്ടിയിട്ട് ഞാൻ ആ ഒരു ബോക്സ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ബോക്സ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ വെച്ചിരിക്കാനായിട്ട് ഉള്ള ഒരു ബോക്സ് ആക്കി എടുത്തു. അതായത് നമ്മുടെ ഐ ഷാഡോ പാലറ്റ്സ് 2 ഉള്ളത് അതിൽ വെച്ചു. പിന്നെ ഐ ഷാഡോസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്ലഷ് എല്ലാം അതിൽ വെച്ചു, മസ്കാരാസ് അതിൽ വെച്ചു, പിന്നെ ഫൗണ്ടേഷൻസ് അതിൽ വെച്ചു. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക്, എല്ലാ ലിപ്സ്റ്റിക്കും കൂടെ ഞാനൊരു പൗച്ച്
നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ എടുക്കാനും ഈസിയായി. ആ ഒരു ബോക്സിൽ തന്നെ ഉണ്ട് എല്ലാം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ബ്രഷസ് എല്ലാം കൂടെ ആണ്. ഞാൻ കുറച്ച് റാൻഡം കുറേ ബ്രഷസ് മേടിച്ചായിരുന്നു. അത് എൻ്റെ ഒരു പഴയ ഹെയർ സ്പാ ഇരുന്ന ബോട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിലേക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ പഴയ ബ്രഷസ് എല്ലാം കൂടെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചു. ആൻഡ് സൈഡിലേക്ക് ഞാൻ എറിയുന്ന അവിടെ ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ വേണ്ടാത്തതും തീർന്നതുമായിട്ടുള്ളതെല്ലാം ഞാൻ സൈഡിലേക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു വലിയ ബാസ്ക്കറ്റാണ്. അതിൽ റാൻഡം ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഓണം പ്രോഗ്രാംസിനൊക്കെ പറ്റുന്ന നല്ല കുറച്ച് മാലകൾ അതിൽ മിക്സ് ആയിരിപ്പുണ്ട്. അപ്പോൾ ആ മാലകളെല്ലാം ഒന്ന് മാറ്റണം. അതെല്ലാം മാറ്റി നല്ല വേറൊരു ബോക്സിലേക്ക് ഇടണം. പിന്നെ ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്ത പെർഫ്യൂം. ആൻഡ് അങ്ങനെ അതിൽ കോംസ് എല്ലാം മാറ്റി. പിന്നെ അതിലുണ്ടായിരുന്ന റാൻഡം കുറേ പ്രോഡക്ട്സ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ സിസേഴ്സ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ അത് ടേബിളിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ കുറച്ച് ഓണം ഷൂട്ട്സിന് പറ്റുന്ന മാലേഴ്സാണ്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനകത്ത് ഇതിലേക്കാണ് ഞാൻ മാലകളൊക്കെ വെക്കാനായിട്ട് എടുത്ത ഒരു ബോക്സ്. അതിലേക്കാണ് ഞാൻ നമ്മുടെ മാലകളും അതുപോലെ ബാംഗിൾസ് കുറച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുപ്പിവളകളും ഞാൻ അതിലേക്ക് എടുത്തു വെച്ചു. ഈ ഒരു മാല ഇതൊരു സെറ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു മാല, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, ആ മാലകൾ എല്ലാം ഞാൻ ഇതിലേക്ക് നിവർത്തി വെച്ചു. അപ്പോൾ വീണ്ടും അത് ലോക്കായിട്ട് പരസ്പരം കുടുങ്ങത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചത്. It's alright. It's alright. It's alright. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടേബിളിൽ ഫുള്ള് ഇങ്ങനെ പൗഡറും കോമ്പാക്റ്റും ഫൗണ്ടേഷനും ക്രീമും ഒക്കെ ആയിട്ട് ഇതാ നിങ്ങൾക്ക് കാണാം. അതിലിങ്ങനെ സ്റ്റെയിൻ പിടിച്ചിരിക്കുകയാണ്. അതൊന്നും ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ ബോക്സസ് ഞാൻ ഇങ്ങനെ അതിലേക്ക് വെച്ചു. അങ്ങനെ ടിഷ്യൂ പേപ്പർ സൈഡിൽ വെച്ചു. ഈ ഒരു ബോക്സിൽ നമ്മൾ മേടിച്ചിട്ട് വെച്ചിരിക്കുന്ന എൻ്റെ ഫേഷ്യൽ ഹെയർ റൈസർ, അതുപോലെ പെർഫ്യൂംസ്, ബാക്കിയുള്ള വാട്ടർ ക്ലെൻസറും അതുപോലെ പെർഫ്യൂംസ് ആൻഡ് നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് ജ്വല്ലറി ഉണ്ടായിരുന്നു, അതും അങ്ങനത്തെ നമ്മൾ എടുത്തിട്ട് ബാക്കി വരുന്ന പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഈ ഒരു ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഹെയർ ബ്രഷസ് എവിടെ വെക്കണമെന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ചു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വെച്ചത് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. അതും ആ ഒരു സൈഡിലേക്ക് വെച്ചു. ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്. റാൻഡം ആയിട്ട് പലയിടത്തിനും കിടന്ന് തപ്പണ്ട. ലിപ്സ്റ്റിക് അതിലുണ്ട്, ബ്ലഷ്, ഫൗണ്ടേഷൻ, കോമ്പാക്ട്, അതുപോലെ എല്ലാം മേക്കപ്പിൻ്റെ A to Z എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ അതിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്കിൻ കെയർ ആണ്. മോർണിംഗ് സ്കിൻ കെയറിൻ്റെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെയും ഹെയർ സിറവും അതിലേക്കും വെച്ചു. പിന്നെ ഞാൻ മേടിച്ച ഒരു മീഷോയിലെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇയറിങ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ബോക്സ്. ആ ഒരു ബോക്സ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ആ ഒരു ബോക്സ് ആകുമ്പം അതിലിങ്ങനെ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സെപ്പറേഷൻ ഞാൻ പിന്നെ എടുത്ത് മാറ്റിയതാണ്. അതിലേക്ക് നമ്മുടെ ഇയറിങ്സ് ഒക്കെ ഇട്ട് വെക്കാം. ഞാൻ അങ്ങനെ ആ ഇയറിങ്സും ഇട്ട് വെച്ചത്, ബാക്കി ഉണ്ടായിരുന്ന ഇയറിങ്സും എല്ലാം ഇട്ട് വെച്ചത് അതിലേക്ക് വെച്ചു. അങ്ങനെ ഇതൊരു റാൻഡം ബോക്സ് ആണ്, മേക്കപ്പ് ബോക്സ്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ആൻഡ് ഇതാണ് നമ്മളുടെ ഇയറിംഗ് ബോക്സ്. അപ്പോൾ ഈ ഇയറിങ്സ് എല്ലാം കൂടി ഇട്ടിട്ട് അത് ഞാൻ അവിടെ വെച്ചു. ബിക്കോസ് നമ്മൾ ഇവിടെ നിന്നായിരിക്കും റെഡി ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ മെസ്സി ആയിരുന്ന ടേബിൾ അത്യാവശ്യം ഇപ്പോൾ ഒരു വൃത്തി ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു.
Said that's my very small organizing vlog. I hope you like this. I never bought anything special. എല്ലാം എൻ്റെ കയ്യിലിരുന്ന ബോക്സസ് ഒക്കെ തന്നെയാണ്. I arranged all those stuffs and I was thinking to organize this for a very long time because നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അത് ഫുൾ മെസ്സായിട്ടിരുന്നതാണ്. And that's it. I want to organize like skincare, makeup, lipstick, likewise. So that's it. I hope you like this video. If you like this video, you know what to do. Please do like, share, comment and subscribe. See you on my next video. Bye.